മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് സമരസമിതി മുനമ്പത്ത് പന്തംകുളത്തി പ്രകടനം നടത്തും. UDF സർക്കാർ വാക്കു പാലിച്ചില്ലെന്ന് സമരസമിതി ആരോപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, മുനമ്പം വീണ്ടും സമരച്ചൂടിലേക്ക് കടക്കുകയാണ് അല്ലേ? മായ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ VD സതീശൻ മുനമ്പത്തെ ജനങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് സമരസമിതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉമീദ് പോർട്ടലിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് പോർട്ടലാണ്, ഈ ഉമീദ് പോർട്ടലിലേക്ക് മുനമ്പത്തെ ഭൂമി കൂടി രജിസ്റ്റർ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാനായിട്ട് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമിക്ക് നേരെയുള്ള, അതായത് മുനമ്പത്തെ ഭൂമിക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കടന്നുകയറ്റത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഈ മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി എറണാകുളം DCC ഓഫീസിലെത്തുകയും അവിടെ DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസിനെയും കാണുകയും തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ ഒരു ഒളിച്ചുകളി നടത്തുകയാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും സമരസമിതി ഉന്നയിക്കുന്നത്. സർക്കാരിന് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമായിരുന്നു, എന്നാൽ സർക്കാർ വേണ്ട നടപടികൾ ഇതിനുവേണ്ടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ഏതായാലും ഭൂമി തങ്ങളുടേതാണ് എന്നുള്ളൊരു അവകാശവാദവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വഖഫ് ബോർഡ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാർ മാറുന്ന സമയത്ത് തന്നെ ഒരു പണി പണിതിട്ട് തന്നെ പോയി എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു VD സതീശൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. എന്നാൽ ഏത് ഭരണസമിതിയൊക്കെ മാറിയാൽ പോലും മുമ്പത്തെ നിലപാട് തന്നെ, അതായത് വഖഫ് ബോർഡിൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള ഹംസ അടക്കമുള്ള ആളുകൾ അറിയിക്കുന്നത്. ഏതായാലും ഭൂമി തങ്ങളുടേതാണ് എന്നുള്ളൊരു അവകാശവാദത്തിൽ ഈ വഖഫ് ബോർഡ് ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഭൂമി തങ്ങളുടെ റവന്യൂ അവകാശം അടക്കമുള്ള കാര്യങ്ങൾ അത് പലതും വീണ്ടും കിട്ടിയിരുന്നു. ഈ മുനമ്പത്തെ ഭൂമിയുടെ സമരസമിതിക്ക് മുഖ്യമന്ത്രി VD സതീശനോട് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കൂടിക്കാഴ്ച, ഒരു ചർച്ച അത് പ്രതീക്ഷിക്കാമോ ഉടൻ? ഏതായാലും സർക്കാർ ഈ ഇത്തരത്തിൽ ഇവരെ കാണുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് സമരസമിതി ഉന്നയിക്കുന്നത്. അവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനൊക്കെ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് DCC പ്രസിഡന്റിനെ കാണുന്നത്. അദ്ദേഹം DCC പ്രസിഡന്റ് മാത്രമല്ല, ഇപ്പോൾ ഒരു MLA കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റിനെ നേരിട്ട് കാണുകയും ഈ വിഷയം, തങ്ങളുടെ പ്രശ്നങ്ങൾ അവർ നേരിട്ട് അറിയിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ ഇതിൽ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സമരപരിപാടികളുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്ന പന്തംകുളത്തി പ്രകടനം. ഈ പ്രകടനത്തോടുകൂടി തന്നെ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കും എന്ന് തന്നെയാണ് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത്. മായ. ശരി, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുനമ്പം വീണ്ടും സമരച്ചൂടിലേക്ക് നീങ്ങുകയാണ്. മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് ഏതായാലും സമരസമിതി മുനമ്പത്ത് പന്തംകുളത്തി പ്രകടനം നടത്താൻ പോവുകയാണ്.